ഹായ് ഡിയേഴ്സ്, നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ 8ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആൻഷ്യൻ തമിഴകം, പ്രാചീന തമിഴകം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ 2019 ചോദിച്ചൊരു ചോദ്യമാണ്. ദ തിണൈസ് ഹാഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോൾഡിംഗ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ആൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകത്തിലെ സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ തിണകൾക്കുള്ള പങ്കിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, എന്താണ് തിണൈ? തിണൈ എന്നാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈ ലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. ഇതുപോലെ പ്രാചീന തമിഴകത്തിൽ അവിടുത്തെ കാടുള്ള പ്രദേശം, മലയുള്ള പ്രദേശം, കുന്നുള്ള പ്രദേശം, ഇങ്ങനെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ 5 ഭാഗമാക്കിയാണ് തിരിച്ചത്. അങ്ങനെ പ്രാചീന തമിഴകത്തെ 5 ഭാഗമാക്കി തിരിച്ചതിനെയാണ് നമ്മൾ തിണൈ എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത്. 5 തിണകൾ, 5 തിണകൾ എന്ന് പറയും. അതിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഒന്ന് കുറിഞ്ചിയാണ്. കുറിഞ്ചി എന്നാൽ കാടും മലയുള്ള പ്രദേശം, പ്രധാനമായും മലമ്പ്രദേശമാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. മലമ്പ്രദേശമാണെങ്കിൽ ആളുകളെ പ്രധാനപ്പെട്ട പണി ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡ്യൂസസ്, വനവിഭവങ്ങൾ ശേഖരിക്കലും വേട്ടയാടലുമായിരുന്നു ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അവർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിലെ മാറി മാറി കൃഷി ചെയ്തിരുന്നു. അതുപോലെ തന്നെ പെപ്പർ പോലുള്ള മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സ്പൈസസ് അവർ കൃഷി ചെയ്തിരുന്നു എന്ന് പഠിക്കാം. 2 മുല്ലൈ എന്നാണ്. മുല്ലൈ എന്ന് കേട്ടാൽ നിങ്ങൾ പുല്ല് എന്ന് പഠിക്കണം. എന്ന് വെച്ചാൽ മുല്ലൈ എന്ന് വെച്ചാൽ ഗ്രാസ് ലാൻഡ് ആണ്. ഗ്രാസ് ലാൻഡ് വെച്ചാൽ ഫുൾ പുൽമേടാണ്. പുല്ലാണെങ്കിൽ അവരുടെ മെയിൻ പണി എന്തായിരിക്കും? കന്നുകാലി വളർത്തൽ അഥവാ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു. കന്നുകാലികളെ ഇടയ്ക്ക് വളർത്തുക അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തുക, മൃഗങ്ങളെ, പശു, ആട് ഇതിനൊക്കെ വളർത്തുകയായിരുന്നു പ്രധാനപ്പെട്ട പരിപാടി. അവിടെ ആളുകൾ പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ കയ്യിൽ സമ്പത്ത്, സ്ഥലം എന്നുള്ള പോലെ അന്നത്തെ ആളുകളുടെ സമ്പത്തിലെ സ്വർണവും സ്ഥലമൊക്കെ നമ്മളെ സമ്പത്താണല്ലേ. ഇതുപോലെ പണ്ടത്തെ ആളുകളുടെ വെൽത്ത്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് കാറ്റിൽസ് ആണ് അല്ലെങ്കിൽ മൃഗങ്ങളാണ്. പശു, ആടൊക്കെ ഉള്ളവനാണ് ഭയങ്കര സമ്പത്തുള്ള സമ്പന്നനായ വ്യക്തി. ഓക്കെ, നമ്മൾ കോടീശ്വരൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ട്? ഈ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട്, കാറ്റിൽസിന് വേണ്ടിയിട്ട് ആൾക്കാർ പരസ്പരം യുദ്ധം ഉണ്ടാക്കുമായിരുന്നു. ആ യുദ്ധത്തിൻ്റെ പേരാണ് വെച്ചി എന്ന് പറയുന്ന പേര്. പഠിക്കണം. 3ാമത്തെ സ്ഥലമാണ് പാലയിലെ. നമ്മുടെ ഇന്നത്തെ പാലയല്ല, പാലൈ. പാലൈ എന്നാൽ ഡ്രൈ ലാൻഡ് ആണ്, വിച്ച് മീൻസ് വരണ്ട പ്രദേശം. കൃഷി ഉണ്ടാവില്ല, ഇനി അവിടെ ഒരു പരിപാടി നടക്കൂല. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ മെയിൻ പരിപാടി എന്താണ്? കളവ് നടത്തുന്ന ആൾക്കാരാണ്. മറ്റുള്ള തിണകളിലെ ആൾക്കാർ സാധനങ്ങൾ കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാർ, സ്റ്റീലിംഗ് കാറ്റിൽസ് വേർ ദ പീപ്പിൾ ഓഫ് ദി ഡ്രൈ ലാൻഡ്സ്. പ്രധാനപ്പെട്ട പണി കളവ് നടത്തല, കള്ളന്മാരാ പാലയിൽ. അടുത്തത് മരുതമാണ്. മരുതം എന്നാൽ വെറ്റ് ലാൻഡ്. വെറ്റ് ലാൻഡ് എന്നാൽ നനവുള്ള പ്രദേശം അല്ലെങ്കിൽ നനഞ്ഞ പ്രദേശം എന്നർത്ഥം വരും. നോക്കി നിങ്ങൾ, അവിടെ പ്രധാനമായിട്ടും എന്തായിരിക്കും പണി ഉണ്ടാവുക? കൃഷിയായിരിക്കണം ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. റൈസ് ആൻഡ് ഷുഗർ കെയിൻ, അരിയും അതുപോലെ തന്നെ കരിമ്പ് ഇതൊക്കെ അന്ന് കൃഷി ചെയ്തു എന്ന് പറയുന്നു. അടുത്തത് നെയ്തലാണ്. നെയ്തൽ എന്നാൽ തീരപ്രദേശമാണ്. എന്താണ് നെയ്തൽ എന്ന് പറഞ്ഞാൽ? തീരപ്രദേശമാണ്. എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റൽ റീജിയൻ. പ്രധാനപ്പെട്ട പണി എന്താണ്? കോസ്റ്റൽ റീജിയനിൽ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ തീരപ്രദേശത്തിലെ ആൾക്കാരുടെ പണി എന്തായിരിക്കും? ഉറപ്പാണ്, ഫിഷിംഗ് ആണ്, മീൻപിടുത്തമാണ്. 2ാമത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾട്ട് മേക്കിംഗ്, ഉപ്പ് നിർമ്മാണമാണ്. അപ്പോൾ ഈ 5 എണ്ണം പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകണ്ട, കാരണം ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ ഉമണർ ഇൻ ദ എക്സ്ചേഞ്ച് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകത്തെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നതിൽ ഉമണരുടെ പങ്ക് വളരെ വലുതാണ്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചോദിച്ചത് ആ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ്? നേരത്തെ 2019 പറഞ്ഞു, ഇപ്പോൾ 2018 ആരാണ് ഉമണന്മാർ? നമുക്കറിയാം, പ്രാചീന തമിഴകത്തിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്ത, കച്ചവടം ചെയ്തിരുന്ന ആളുകളെ വിളിച്ച പേരാണ് ഉമണന്മാർ എന്ന് വിളിക്കുന്നത്. ഉമണർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഉമണർ ഓൾസോ എക്സ്ചേഞ്ച്ഡ് സ്പൈസസ് ആൻഡ് മേജർ എക്സ്പോർട്ട് കമ്മോഡിറ്റീസ് ഇൻ ദ ആൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകത്തിലെ പ്രധാന കയറ്റുമതി ചരക്കായ സുഗന്ധദ്രവ്യങ്ങളും ഉപ്പും കൈമാറ്റം ചെയ്തിരുന്നത് ഉമണന്മാരാണ്. ഉപ്പ് കൈമാറ്റം ചെയ്ത ഉപ്പ് കച്ചവടക്കാർ കൂടിയാണ് ആര്? ഉമണന്മാർ അല്ലെ. ദേ കളക്ടഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സോൾട്ട് ഫ്രം ദി കോസ്റ്റൽ ഏരിയ.
അവരെന്താ ചെയ്യുന്നത്? തീരപ്രദേശത്ത് നിന്ന് ഉപ്പും ഉണക്കമീനും ശേഖരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അത് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസസ് ഓഫ് അതർ തിണൈ. മറ്റുള്ള തിണകളിൽ നിന്നും അവരുടെ വനവിഭവങ്ങൾ, തേനൊക്കെ പോലെ സാധനങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് കൈമാറ്റം ചെയ്യും. അങ്ങനെ ഇവരെന്താക്കുന്നു? ഈ തീരപ്രദേശത്ത് നിന്നും സാൾട്ടും അതുപോലെ ഡ്രൈഡ് ഫിഷിലെ ഉണക്കമീനൊക്കെ ആയിട്ട് മറ്റുള്ള തിണകളിൽ പോകുന്നു. അവിടെ നിന്നും കിട്ടുന്ന സാധനങ്ങൾ, തേനാവട്ടെ മറ്റു വനവിഭവങ്ങളാവട്ടെ, ഇതൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു? തീരപ്രദേശത്തേക്ക് കൊണ്ടുവരുന്നു. And the exchange were largely done during summer. കൂടുതലും ഈ ഉമ്മന്മാരെ കച്ചവടം നടത്തിയത് എപ്പോഴാണെന്ന് അറിയോ? സമ്മറിലാണ്. സമ്മർ എന്ന് വെച്ചാൽ നമുക്കറിയാം വേനൽക്കാലമാണ്. എന്തുകൊണ്ട് ആ ടൈം അവർ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഉണക്കമീൻ ഉണങ്ങണമെങ്കിൽ വേനൽക്കാലം ആവണം. അതുപോലെ തന്നെ കൊയ്ത്ത് കാലം ഹാർവെസ്റ്റിംഗ് സീസണൊക്കെ ഏകദേശം അതിനോടനുബന്ധിച്ചാണ് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വേനൽക്കാലം സമ്മറിൽ കച്ചവടം ചെയ്തത്. The spices collected by the Umanar were sold at trade centers in coastal town from where they were exported ഫോറിൻ കൺട്രീസിലെ. ഇവരെന്ത് ചെയ്തു? തീരപ്രദേശത്ത് കച്ചവടം ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തു, അഥവാ അവർ കയറ്റുമതി ചെയ്തു എന്നും പറയുന്നു. അപ്പോൾ ഉമ്മണന്മാരെ കുറിച്ച് ചോദിക്കും എക്സാമിന്. എങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ഓഫ് ആൻഷ്യൻ തമിഴകം? പ്രാചീന തമിഴകത്തിലെ ശിലാസ്മാരകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ? വിശകലനം ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതി വെക്കുക? നോക്കിയേ നിങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദ പ്രാക്ടീസ് ഓഫ് burying the remains of deceased by placing them in a big urn prevailed in ancient തമിഴകം. പ്രാചീന തമിഴകത്തിൽ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ശവശരീരം വലിയൊരു ഭരണിയിൽ അടക്കം ചെയ്തിരുന്നു എന്ന് പറയുന്നു. Such urn were known as urn burials. നന്നങ്ങാടി. അത്തരം വലിയ കലങ്ങൾ അറിയപ്പെട്ട പേര് നന്നങ്ങാടി. ആൾക്കാർ മരിച്ചാൽ അവരെ ശവശരീരം ഒരു കുടത്തിലാക്കിയിട്ട് അടക്കം ചെയ്തിരുന്നു. അതിൻ്റെ പേര് urn burials, അല്ലെങ്കിൽ വലിയ കലത്തിൻ്റെ പേരാണ് നന്നങ്ങാടി. In some areas, big stones were placed above such urn burials. അങ്ങനെ പറഞ്ഞാൽ നന്നങ്ങാടികൾക്ക് മീതെ വലിയ ശിലകൾ ഉണ്ടാക്കുന്നു. ഇത് എന്തിനാണ്? ആ നാടുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള ശിലകളാണ്. നമ്മൾ പറയില്ലേ ഇപ്പോൾ ആളുകൾ മരിച്ചു പോയിട്ടുള്ള ആ ബെറിയൽസിനെ അടക്കം ചെയ്തതിൻ്റെ മുകളിലാണ് ആ കുടക്കല്ല്, തൊപ്പിക്കല്ല് പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിരുന്നത്? അടക്കം ചെയ്തിരുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മെഗാലിത്തിക് മോണ്യുമെൻ്റ് ആണ് കുടക്കല്ല്, തൊപ്പിക്കല്ല്, സാർക്കോഫാഗസ് എന്നൊക്കെ പറയുന്നത്. സോ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് കാണാം. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. താങ്ക്